ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता विशाखान्वितं च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तथारे कृष्णाय कृष्ण भक्ताय तत्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत। अപ്പോ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 6 ശ്ലോകം 30. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. സിമി മാതാജി ആൻഡ് അർച്ചന മാതാജി. हरे कृष्णा। यो मां पश्यति सर्वत्र सर्वं च मयि पश्यति तस्याहं न प्रणश्यामि सा च मे न प्रणश्यति. Translation. For one who sees me everywhere and sees everything in me, I am never lost, nor is he ever lost to me. Hare Krishna. For one who sees me everywhere and sees everything in me, I am never lost, nor is he ever lost to me. അപ്പോൾ ഭഗവാനെ എല്ലാ സ്ഥലത്തും കാണുന്നതും എല്ലാവരെയും ഭഗവാനിൽ കാണുന്നതും അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെട്ടില്ല അവർക്ക് നഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ തന്നെ ശക്തിയാണ് പ്രകൃതി, അല്ലേ? ഇപ്പൊ ഈ പ്രകൃതി ഭഗവാനാണോ? ഭഗവാന്റെ ശക്തിയിൽ ഭഗവാന്റെ ശക്തിയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് എല്ലാറ്റിലും ഭഗവാനുണ്ട്, എല്ലാവരും ഭഗവാനുണ്ട്, അങ്ങനെ നമ്മൾ കാണും. ഭഗവാന്റെ ശക്തി തന്നെയാണ് പ്രകൃതി. പക്ഷെ ആ പ്രകൃതിയെ നമുക്ക് ഭഗവാനായിട്ട് കാണാൻ പറ്റുമോ? സിമി മാതാജി. പ്രകൃതി ഭഗവാനായിട്ട് കാണാൻ പറ്റില്ലല്ലോ പ്രഭുജി. പിന്നെ ഭഗവാൻ തന്നെ പറയുന്നു, ഫോർ വൺ ഹു സീസ് മീ എവരിവെയർ and sees everything in me, I am never lost, nor is he ever lost to me. നമുക്കത് ഭഗവാന്റെ ശക്തിയായിട്ട് പ്രകൃതിയിലും നമ്മൾ ഭഗവാനെ കാണുന്നു. പക്ഷെ ആ പ്രകൃതി ഭഗവാനാണോ? അല്ല. യെസ്, ഭഗവാന്റെ ശക്തിയാണ്. പക്ഷെ പ്രകൃതിയെ നമുക്ക് ഭഗവാന്റെ ശക്തിയായിട്ട് തന്നെ കാണാൻ പറ്റും, ഭഗവാനായിട്ട് കാണാൻ പറ്റില്ല. ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ശക്തി പല വിധത്തിലും എല്ലാ സ്ഥലത്തും നിറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ ഭഗവാനായിട്ട് കാണുമെങ്കിൽ ഭഗവാനെ മാത്രമേ കാണാൻ പറ്റൂ, അല്ലെ? ഇപ്പൊ നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ ശക്തിയാണ് എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഗവർണൻസ് ആയിട്ട് നടക്കുന്നത്. അപ്പൊ ആ സിസ്റ്റത്തിനെ നരേന്ദ്രമോദിയായിട്ട് കാണാൻ പറ്റുമോ? ആ സിസ്റ്റം നരേന്ദ്രമോദി ഇംപ്ലിമെന്റ് ചെയ്താണെങ്കിലും കൂടിയിട്ട് ആ സിസ്റ്റം നരേന്ദ്രമോദി അല്ല, അല്ലെ? അതേപോലെ തന്നെ ഭഗവാന്റെ ശക്തിയാണ് ഈ പ്രകൃതി അല്ല. പക്ഷെ പ്രകൃതി ഭഗവാനോട് വെച്ചാൽ അല്ല. അതുകൊണ്ടാണ് നമ്മള് ബ്രഹ്മൻ
Paramatma and Bhagwan. Bhagwan ആണ് ഒറിജിനൽ. പരമാത്മ ആൻഡ് ബ്രഹ്മ എന്നുള്ളത് ഭഗവാന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ആണ്. അതേപോലെ ഭഗവാൻ പ്രകൃതി തന്റെ മായാശക്തിക്ക് കൊടുത്താണ്. ആ മായാശക്തി ഭഗവാന്റെ അധീനതയിലാണ്. അല്ലേ? So a person in Krishna consciousness certainly sees Lord everywhere. ഭഗവാന്റെ ശക്തി, ഭഗവാനെ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ നമ്മൾ ഭഗവാനെ എല്ലാ ദിക്കിലും കാണണം. പക്ഷെ അത് ഭഗവാന് ഇപ്പോ ഒരുപാട് കല്ലുണ്ട്, മരമുണ്ട്, മലകളുണ്ട്, ഇതെല്ലാം ഭഗവാനാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഭഗവാന്റെ ശക്തിയാണ്. ഭഗവാൻ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ അതാണ് പറഞ്ഞത്, എ പേഴ്സൺ ഇൻ കൃഷ്ണ കോൺഷ്യസ് certainly sees Lord Krishna everywhere and he sees everything in Krishna. ഭഗവാനിലും എല്ലാം. അതാണ് വിരാട് രൂപത്തിലെല്ലാം കാണുന്നുണ്ട് നമ്മൾ. ഭഗവാൻ അർജുനന് വിരാട് രൂപം കാണിച്ചു കൊടുക്കുമ്പോൾ 11ാമത്തെ ചാപ്റ്ററിൽ എല്ലാം ഭഗവാന്റെ ഉള്ളിൽ കാണുന്നുണ്ട്. Such a person may appear to see all separate manifestations of the material nature, but in each and every instance he is conscious of Krishna, knowing that everything is a manifestation of Krishna's energy. അപ്പോ നമ്മൾ പ്രകൃതിയിലെ നദികൾ കാണുമ്പോഴും സാഗരങ്ങൾ കാണുമ്പോഴും മലകൾ കാണുമ്പോഴും വൃക്ഷങ്ങൾ കാണുമ്പോഴും ഇതെല്ലാം ഭഗവാനെ കാരണം ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാന്റെ ശക്തിയാണ്. ഡയറക്ട്ലി or ഇൻഡയറക്ട്ലി അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ അതിലെല്ലാം കാണും, പക്ഷെ അത് ഭഗവാനല്ല. മനസ്സിലായില്ലേ? Nothing can exist without Krishna and Krishna is Lord of everything. This is the basic principle of Krishna. ഭഗവാൻ ഇല്ലാണ്ട് ഒന്നും ഇവിടെ സ്ഥിതി ചെയ്യാൻ പറ്റില്ല. എല്ലാറ്റിലും ഭഗവാനുണ്ട്. This is the basic principle of Krishna consciousness. Krishna consciousness is the development of love of Krishna, a position transcendental even to material liberation. Our Krishna consciousness അല്ലെങ്കിൽ ഭക്തി യോഗ അല്ലെങ്കിൽ കൃഷ്ണ പ്രേമ എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ സാധാരണ ലിബറേഷൻ, മുക്തി, മോക്ഷം അതിനേക്കാട്ടിലും ഉയർന്ന തലത്തിലുള്ളതാണ്. മുക്തി, ഭക്തി. അതിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത് ഏതാണ്? ഭക്തി, അല്ലെ? ഭുക്തി മെറ്റീരിയൽ എൻജോയ്മെന്റ്, മുക്തി മോക്ഷം ലിബറേഷൻ, ആൻഡ് ഭക്തി കൃഷ്ണ പ്രേമം. അതിൽ ഏറ്റവും ഉന്നത നില, അതായത് ഉത്കൃഷ്ടമായിട്ടുള്ള ശ്രേണിയിൽ നിൽക്കുന്നത് ഭക്തിയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ എ പൊസിഷൻ ട്രാൻസെൻഡന്റൽ ഈവൻ ടു മെറ്റീരിയൽ ലിബറേഷൻ. ഈ ഭൗതിക ഗുണങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടിയിട്ട് ആധ്യാത്മിക തലത്തിലേക്കും ഇംപേഴ്സണൽ ബ്രഹ്മജ്യോതിയിൽ പോയാലും അതിനേക്കാട്ടിലും ഉയർന്ന തലത്തിലാണ് എന്ത്? ഭക്തി എന്നാണ് പറയുന്നത്, അതായത് കൃഷ്ണ കോൺഷ്യസ്നസ്. At this stage of Krishna consciousness, beyond self-realization, the devotee becomes one with Krishna in the sense that Krishna becomes everything for the devotee and the devotee becomes full in loving Krishna. So one with Krishna എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ ധാമിലേക്ക് പോയിട്ട് ഭഗവാനെ മാത്രം പ്രീതിപ്പെടുത്താനുള്ള ആ ഒരു കാര്യങ്ങളിൽ ഇടപെടുന്നു. അതായത് സ്വന്തം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ട ആ ഒരു തലത്തിൽ നിന്ന് ഉയർന്നു പോയി എന്നർത്ഥം. ലിബറേഷൻ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ലിബറേഷൻ. ഈ 3 ഗുണങ്ങളിൽ നിന്നും അതിന്റെ മുകളിലേക്ക് പോകുന്നു, ഭഗവാനെ മാത്രം പ്രീതിപ്പെടുത്തുക. അതാണ് അപ്പൊ ലിബറേറ്റഡ് സ്റ്റേജിലാണ് ഡിവോഷണൽ സർവീസ് തുടങ്ങുന്നത്, ശരിക്കും പ്യൂർ ആയിട്ടുള്ളത്. അതുവരെ നമ്മൾ ഗുണങ്ങളിൽ അകപ്പെട്ടിട്ടാണ് നമ്മൾ ഡിവോഷണൽ സർവീസ് ചെയ്യുന്നത്. അതായത് തമഗുണത്തിലായും ശരി, രജോ ഗുണത്തിലായും ശരി, ഈവൻ സത്വഗുണത്തിലായും ശരി, ആ 3 ഗുണത്തിന്റെ ഉള്ളിൽ അതിൽ നിന്ന് ഉയർന്നുള്ള സ്റ്റേജാണ് ലിബറേഷൻ. അവിടെ നിന്നാണ് നമ്മൾ പ്യൂർ ഡിവോഷണൽ സർവീസ് തുടങ്ങുന്നത്, ഭഗവാനെ സേവിക്കാൻ തുടങ്ങുന്നത്. സോ an intimate relationship between the Lord and the devotee then exists. അപ്പോഴാണ് ആ രസതത്വത്തിൽ നമ്മൾ വരും. ഇന്റിമേറ്റ്, വളരെ ക്ലോസ് ആയിട്ടുള്ള ഇന്റിമേറ്റ് ലവിംഗ് റിലേഷൻഷിപ്പ് ലിബറേറ്റഡ് സ്റ്റേജിലേ നടക്കുള്ളൂ. In that stage, the living entity can never be annihilated, nor is the personality of Godhead ever out of sight of the devotee. ആ സമയത്ത് 24 മണിക്കൂറും സർവദാ സർവകാലേഷു ഭഗവാനെ സേവിച്ചും സ്മരിച്ചും പൂജിച്ചും കൊണ്ടിരിക്കും നമ്മൾ. അദ്ദേഹത്തിന് വേറെ ഒരു തരത്തിലുള്ള ഒരു കാര്യത്തിലും ഇടപെടില്ല. ഭഗവാന്റെ പ്രീതി അത് മാത്രമായിരുന്നു. So to merge in Krishna in spiritual annihilation,
a devotee takes no such risk. It is stated in the Brahma Samhita. Premanjana churita bhakti vilochanena sandas sadaiva hridayeshu vilokayanti yam shyama sundaram achintya gunaswarupam govindamadi purusham tamaham bhajami. I worship the primal Lord Govinda, who is always seen by the devotee whose eyes are anointed with the pulp of love. Ana Premanjana churita bhakti vilochanena. Bhakti കൊണ്ടുള്ള അഞ്ജനമാണ് എഴുതിയിരിക്കുന്ന കണ്ണുകളിൽ. അല്ലേ? ജ്ഞാനം കൊണ്ടല്ല. He is seen in his eternal form of ശ്യാമസുന്ദര. അപ്പൊ ഭഗവാന്റെ eternal form എന്താണ്? ത്രിഭംഗ ലളിതനായിട്ടുള്ള ശ്യാമസുന്ദര ഫോം. Situated within the heart of the devotee. പരമാത്മാവായിട്ട് നമ്മളുടെ ഹൃദയത്തില് ഭഗവാൻ കുടികൊള്ളുന്നു. അല്ലേ? So at this stage, Lord Krishna never disappears from the sight of a devotee. Other liberated stage. Nor does the devotee never lose sight of the Lord. എല്ലാ സമയത്തും സർവദാ ഭഗവാനായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിരിക്കും. In the case of a yogi who sees the Lord as Paramatma within the heart, the same applies. അപ്പോൾ ഒരു യോഗിക്കും അതന്നെ, അതായത് യോഗി തൻ്റെ ഹൃദയത്തിലുള്ള പരമാത്മാവിലാണ് ആ ഒരു ഫോക്കസ്, കോൺസെൻട്രേഷൻ, ധ്യാനം. അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥിതി തന്നെയാണ് പറയുന്നത്. Such a yogi turns into a pure devotee and cannot bear to live for a moment without seeing the Lord within himself. അങ്ങനെ ആ യോഗി ഒരു പരമഭക്തനായിട്ട് മാറിയാൽ ഭഗവാനെ ഒരു ക്ഷണം പോലും കാണാതെ ഇരിക്കാൻ പറ്റില്ല ആ യോഗിക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേ ന പ്രണശ്യതി. എന്തെങ്കിലും കമന്റ്സോ ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇതില്? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ശ്ലോകം 31. സർവഭൂതസ്ഥിതം യോ മാം ഭജതി ഏകത്വമസ്ഥിതാം സർവഥാ വർത്തമാനോപി സയോഗി മയി വർത്തതേ. സർവഭൂതസ്ഥിതം യോ മാം ഭജതി ഏകത്വമസ്ഥിതാം സർവഥാ വർത്തമാനോപി സയോഗി മയി വർത്തതേ. പാർവതി മാതാജി ആൻഡ് രൂപേശ്വരി മാതാജി. Hare Krishna. Hare Krishna. सर्वभूतस्थितं यो मां भजति एकत्वमि आस्थिता सर्वथा वर्तमानोऽपि स योगी मयि वर्तते. Hare Krishna Prabhuji. Such a yogi who engages in the worshipful service of the super soul, knowing that I and the super soul are one, remains always in me in all circumstances. Such a yogi, അതായത് യോഗ അഭ്യാസം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. Who engages in worshipful service to super. ആ യോഗി ആരെയാണ് വർഷിപ്പ് ചെയ്യുന്നത്, പൂജിക്കുന്നത്? പരമാത്മാവിനെ. Knowing that I and the super soul are one. അതായത് ഭഗവാനും പരമാത്മാവും ഒന്ന് എന്ന അറിവുള്ള യോഗി. Remains always in me in all circumstances. എല്ലാ സമയത്തും എന്നിൽ തന്നെ അദ്ദേഹം കുടികൊള്ളുന്നു എന്നാണ് പറയുന്നത്. യോഗി who is practicing meditation on the super soul sees within himself the plenary portion of Krishna as Vishnu with four hands, holding conch, wheel, club and lotus flower. അപ്പൊ യോഗി എങ്ങനെയാണ് കാണുന്നത്? തന്റെ ഹൃദയത്തില് ആ പരമാത്മാവിനെ എങ്ങനെയാണ് കാണുന്നത്? വിഷ്ണു ഫോമില്, അല്ലെ? വിഷ്ണു ഫോമില് എങ്ങനെ? ചതുർഭുജ, 4 കൈയുള്ള ഫോമില്. ആ 4 കൈയിൽ എന്തൊക്കെയാണ്? ശംഖ്, ചക്ര, ഗദ, പദ്മ. ആ വിഷ്ണു ഫോം കൃഷ്ണന്റെ ആരാണ്? പ്ലനറി പോർഷൻ ഓഫ് കൃഷ്ണ, അല്ലേ? വിഷ്ണു ഫോം പ്ലനറി പോർഷൻ ഓഫ് കൃഷ്ണ. അപ്പൊ വിഷ്ണുവിന്റെ പൊസിഷൻ നമുക്ക് മനസ്സിലായില്ലേ? The yogi should know that Vishnu is not different from Krishna. Vishnu is not different from Krishna.
ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാം? പിന്നെന്തിനാണ് നമ്മൾ കൃഷ്ണൻ ഒറിജിനൽ ആണെന്ന് പറയുന്നത്? Vishnu is non-different from Krishna. Then why do we say that Krishna is original or Krishna is without beginning? And ഇവിടെ തന്നെ പറയുന്നു സൂപ്പർ സോൾ പരമാത്മാവ് പ്ലനറി പോർഷൻ ഓഫ് കൃഷ്ണ എന്ന് പറയുന്നു. ദേ ആർ ആൾസോ സെയിം, ബോത്ത് ആർ സെയിം. അത് നമ്മൾ വ്യത്യാസമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഇത് മനസ്സിലാക്കണം? അതായത് എല്ലാ തത്വത്തിലും വിഷ്ണുവും കൃഷ്ണനും ഒക്കെ ഒന്നാണ്, പക്ഷെ രസതത്വത്തിലല്ല. കൃഷ്ണനും വിഷ്ണുവും ഒരേ ലെവലിലല്ല. എന്താണ് രസതത്വം? എത്ര രസങ്ങളുണ്ട്? ക്വാളിറ്റീസ് ക്വാണ്ടിറ്റി അല്ലേ പ്രഭുജി? അല്ല, രസങ്ങൾ തന്നെ. രസതത്വം എന്ന് പറഞ്ഞാൽ എത്ര രസം? വാത്സല്യ രസം, 5 രസം പ്രഭുജി. പ്രധാനപ്പെട്ട 5 രസം അല്ലെ? 5 രസം ഏതൊക്കെയാണ്? സാഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം, ലീല, അങ്ങനെ ഉണ്ടോ? ശാന്തരസം, ദാസ്യരസം, ശാന്തരസം, വാത്സല്യരസം, മാധുര്യരസം. ഓക്കെ, അപ്പോ ഒരു വിഷ്ണു ഭഗവാനുമായിട്ട് സമ്പർക്കമുള്ള, അതായത് അസോസിയേഷൻ ഉള്ള ആ ഒരു ഭക്തൻ, വിഷ്ണുവിനെ ധ്യാനിക്കുന്ന ഒരു യോഗിക്ക് എങ്ങനെയായിരിക്കും ആ റിലേഷൻഷിപ്പ്? ദാസ്യരസം, ശാന്തരസം, ദാസ്യരസം, അതിലും ഇത് പോവില്ല. സഖ്യരസത്തിൽ പോകാൻ പറ്റുമോ? യോഗിക്ക് ഭഗവാൻ വിഷ്ണുവിനെ സഖ്യരസത്തിൽ കാണാൻ പറ്റുമോ? വാത്സല്യരസത്തിൽ കാണാൻ പറ്റുമോ? മാധുര്യരസത്തിൽ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ രസതത്വത്തിലെ കൃഷ്ണനെ നമുക്ക് ഈ 5 രസത്തിലും, അതിൽ പ്രത്യേകിച്ചിട്ട് മാധുര്യരസം, വാത്സല്യരസം, സഖ്യരസം, ഇത് വിഷ്ണുവിന്റെ കൂടെ നടക്കില്ല. വൈകുണ്ഠത്തിൽ പോയിട്ട് വിഷ്ണു ഭഗവാന്റെ തോളിൽ കയറ്റി നമുക്ക് നടക്കാൻ പറ്റുമോ? പറ്റുമോ? നേരെ മറിച്ച് വൃന്ദാവനിൽ പോയിട്ട് കൃഷ്ണ ഭഗവാന്റെ തോളിൽ വെച്ച് നടക്കാൻ പറ്റുമോ? ഗോപന്മാര് എല്ലാം നടക്കുന്നില്ലേ? യാതൊന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ രസതത്വത്തിൽ ദേ ആർ നോട്ട് ഈക്വൽ. ആ ഒരു വ്യത്യാസമാണ് കൃഷ്ണനെ കൃഷ്ണനാക്കുന്നത്. So the yogi should know that Vishnu is not different from Krishna. Krishna is in this form of super soul is situated in everyone's heart. Furthermore, there is no difference between the innumerable super souls present in the innumerable hearts of living entities. അപ്പോൾ ഇതും മനസ്സിലാക്കണം. എൻ്റെ ഹൃദയത്തിലുള്ള സൂപ്പർ സോളും നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന സൂപ്പർ സോളും, ഒരു വൃക്ഷത്തിന്റെ ഹൃദയത്തിലുള്ള സൂപ്പർ സോളും, ഒരു മൃഗത്തിന്റെ ഹൃദയത്തിലുള്ള സൂപ്പർ സോളും എല്ലാം ഒന്നാണ്. യാതൊരു വ്യത്യാസവുമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. Nor is there a difference between a Krishna conscious person always engaged in the trance and loving service of Krishna and a perfect yogi engaged in meditation of the super soul. അപ്പോൾ അവിടെ വ്യത്യാസമില്ല. അതായത് കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസിലെ ഉള്ള ഒരു ഭക്തനെയും ഒരു പെർഫെക്റ്റ് യോഗി എന്ന് പറയുമ്പോൾ അവിടെ ഒരു അഡ്ജക്റ്റീവ് ഉണ്ട്, അത് നമ്മൾ പ്രത്യേകം നോക്കണം. യോഗി മാത്രമല്ല, പെർഫെക്റ്റ് യോഗി. മിസ്റ്റിക് പവറിന് വേണ്ടിയിട്ട് യോഗാഭ്യാസം ചെയ്യുന്ന യോഗി അല്ല അവിടെ പറയുന്നത്. പെർഫെക്റ്റ് യോഗി, ആൾവേസ് എൻഗേജ് or always focused on Paramatma in meditation on the super soul. The yogi in Krishna consciousness, even though he may be engaged in various activities while in the material existence, remains always situated in Krishna. This is confirmed in the Bhakti Rasamrita Sindhu 1.2.187 of Srila Rupa Goswami. Nikhilasu api avastasu jivan muktasa uchyate. A devotee of the Lord, always acting in Krishna consciousness, is automatically liberated. In the Naradiya Pancharatra, it is confirmed in this way. Dik kaladi anavachinne Krishna chedo vidhayacha tanmayo bhavadi kshipram jivo brahmani yojayet. By concentrating one's attention on the transcendental form of Krishna, who is all-pervading and beyond time and space, one becomes absorbed in thinking of Krishna and then attains the happy state of transcendental association with him. അപ്പോൾ ഭഗവാന്റെ
ആ ദിവ്യമായിട്ടുള്ള രൂപത്തിൽ നമ്മളെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ആ ദിവ്യമായിട്ടുള്ള രൂപം പരമാത്മാവിന്റെ രൂപത്തിലെ എല്ലാ കണങ്ങളിലും സ്ഥിതി ചെയ്യുന്നുണ്ട് അല്ലെ. ആൻഡ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. എന്താ ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് പറഞ്ഞ? സമയത്തിന്റെയും സ്പേസിന് എന്താ പറയാ? വാട്ട് യു സേ? പ്രപഞ്ചമാണോ പ്രഭുജി? Time and space. Let us use that same word. Time and space. Okay. എന്താണ് ഇവിടെ ടൈം? ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് എന്താണ് എന്നോട് ഉദ്ദേശിക്കുന്നത്? Are we controlled by time and space? നമ്മുടെ ടൈം ആൻഡ് സ്പേസിന്റെ അധീനത്തിലാണോ? No. ആണോ അല്ലേ? അതെ. ആണോ അല്ലേ? മാതാജി അതെ. We are. നമ്മൾ അതെ അതെ We കറക്റ്റ്. are controlled by time and space. ഭഗവാൻ ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. നമ്മൾ ടൈം ആൻഡ് സ്പേസിന്റെ അധീനത്തിൽ വരുന്നതുകൊണ്ടാണ് നമ്മള് ഈ മാറ്റങ്ങൾ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജനിക്കുന്നു, വളരുന്നു, വൃദ്ധനാവുന്നു, മരിക്കുന്നു, വേറെ ശരീരം കിട്ടുന്നു. പക്ഷെ ഭഗവാൻ ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് കൊണ്ട് ഭഗവാന് യാതൊരു വ്യത്യാസവും, ചേഞ്ച്ലെസ് ആണ് ഭഗവാൻ. ഓക്കെ, ഭഗവാൻ ചേഞ്ച്ലെസ് ആണ്. ഭഗവാൻ ജനിക്കുന്നില്ല, മരിക്കുന്നുമില്ല. ഭഗവാൻ അവതരിക്കുന്നു അല്ലെ. സൂര്യ ഭഗവാൻ എങ്ങനെ ഉദിക്കുന്നു അസ്തമിക്കുന്നു, അതേപോലെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു, അപ്രത്യക്ഷപ്പെടുന്നു. സൂര്യൻ ജനിച്ചു മരിച്ചു എന്ന് പറയാറുണ്ടോ? അങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ നമ്മൾ ജനിക്കുന്നു മരിക്കുന്നു. ഭഗവാൻ ജനിക്കുന്നു മരിക്കുന്നു നമ്മൾ സാധാരണ യൂസ് ചെയ്യല്ല. ജന്മാഷ്ടമി ഇത് പറഞ്ഞാലും കൂടിയിട്ട് ഭഗവാൻ ഇവിടെ അവതരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ അതായത് ആവിർഭാവം, തിരോഭാവം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മളെ വി ആർ വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ടൈം ആൻഡ് സ്പേസ്. വി കീപ് ചേഞ്ചിങ്. ഇന്ന് എനിക്ക് ഈ ശരീരം, എന്റെ 10 കൊല്ലം മുമ്പത്തെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ അറിയാം. എനിക്ക് 2-3 കൊല്ലം മുമ്പത്തെ ഫോട്ടോ നമ്മുടെ സുജയപ്രമന്യം മാതാജിനും കണ്ടു 3-4 കൊല്ലം മുമ്പേ. എങ്ങനെ ഇപ്പൊ എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ഓരോ നിമിഷത്തിലും നമ്മളെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെൽസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ടൈം ആൻഡ് സ്പേസ്. അപ്പോ ഭൗതിക ലോകത്തില് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ആധ്യാത്മിക ലോകത്തില് ഇൻഫ്ലുവൻസ് ഓഫ് ടൈം ആൻഡ് സ്പേസ് ഇല്ല. അവിടെ ഒരു മാറ്റവും ചേഞ്ചസ് സംഭവിക്കുന്നില്ല. അതാണ് ഇവിടെ അതിന്റെ റിലവൻസ്. Who is all pervading and beyond time and space. One becomes absorbed in thinking of Krishna and then attains the happy state of transcendental association with him. അപ്പോ ആ ഭഗവാനായിട്ടുള്ള ആ ഒരു അസോസിയേഷൻ, ട്രാൻസെൻഡന്റൽ അസോസിയേഷൻ, ദിവ്യമായിട്ടുള്ള ഒരു അസോസിയേഷൻ ആണത്. അവിടെ എപ്പോഴും എന്തായിരിക്കും? നമ്മൾ ബ്ലിസ്ഫുൾ ആയിരിക്കും. ഇവിടെ ഭൗതിക ലോകത്തില് നമ്മൾ എപ്പോഴും മിസറീസിലായിരിക്കും. അതിന്റെ കാരണം എന്താ? നമ്മളുടെ ആ സ്വരൂപത്തിലല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മളുടെ സ്വരൂപം തിരിച്ചു കിട്ടി നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ, ജീവേരെ സ്വരൂപോഹെ കൃഷ്ണേരെ നിത്യദാസ് എന്നുള്ള തലത്തിലേക്ക് നമ്മൾ വളർന്നാൽ അപ്പൊ നമ്മൾ ഹാപ്പി സ്റ്റേറ്റിലേക്ക് പോകും അല്ലെ. അതാണ് ആ ബ്ലിസ്ഫുൾ സ്റ്റേജ്. സോ കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് ദ ഹയർ സ്റ്റേജ് of trance in yoga practice. This very understanding that Krishna is present as Paramatma in everyone's heart makes the yogi faultless. The Vedas, Gopala, Tapani Upanishad confirm this inconceivable potency of the Lord as follows. Ekopi san bahudayo vibhati. Although the Lord is one, he is present in innumerable hearts as many. Similarly, in the Smriti Shastra it is said, Eka evo paro Vishnu sarvavyapina samshaya aishwaryat rupam ekam cha suryavad bahudeyate. Vishnu is one and yet he is certainly all pervading. എങ്ങനെ സൂര്യൻ ഒന്നാണ്, പക്ഷെ സൂര്യകിരണങ്ങൾ എല്ലാ സ്ഥലത്തും എത്തുന്നു. അതേപോലെ ഭഗവാൻ വിഷ്ണു ഒന്നാണ്, ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് എല്ലാ സ്ഥലത്തും എത്തുന്നു. So by his inconceivable potency, in spite of his one form, he is present everywhere. As the sun appears in many places at once.
ഇവിടെ നമ്മൾ കാണുന്നു ഇപ്പോ അമേരിക്കയില് അവർക്ക് സൂര്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സൂര്യനില്ല, രാത്രിയായി, അവിടെ പകലായി. പക്ഷെ സൂര്യൻ ഒന്നേ ഉള്ളൂ. പല സ്ഥലത്തും സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നു, പക്ഷെ സൂര്യൻ അതേപോലെ ഭഗവാനും ഭഗവാന്റെ ആ ഡിഫറെന്റ് ആസ്പെക്ട് ആയിട്ടുള്ള പരമാത്മ എല്ലാ സ്ഥലത്തും പ്രത്യക്ഷപ്പെടുന്നു, എല്ലാ കണങ്ങളിലും. പക്ഷെ ഭഗവാൻ ഒന്നല്ല. സോ അതാണ് ഭഗവാന്റെ ഓൾ പെർവേഡിങ് ആസ്പെക്ട് എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. സോ എന്തെങ്കിലും കമന്റ്സ് ഓർ ക്വസ്റ്റ്യൻസ്? Okay, so next 32. आत्मानुपम येन सर्वत्र समं पश्यति सो अर्जुन सुखं वा यदि वा दुःखं स योगी परमो मतः. आत्मनुपम्येन सर्वत्र, आत्मौपम्येन अल्ले, आत्मौपम्येन सर्वत्र समं पश्यति यो अर्जुन सुखं वा यदि वा दुःखं स योगी परमो मतः. Sorry. Parvati Mataji and Simi Mataji. Hare Krishna. Hare Krishna. Atmaupamyena sarvatra samam pashyati yorjuna sukham vayadi va dukkham sa yogi paramo mataha. Very good. Okay. Translation: He is a perfect yogi who, by comparison to his own self, sees the true equality of all beings in both their happiness and their distress, O Arjuna. Very good. He is a perfect yogi who, by comparison to his own self, sees the true equality of all beings in both their happiness and their distress. ആരാണ് പെർഫെക്റ്റ് യോഗി? ബൈ കമ്പാരിസൺ ടു ഹിസ് ഓൺ സെൽഫ്. നമ്മളെ സ്വന്തം കമ്പാരിസൺ ചെയ്യാൻ മറ്റുള്ള ആൾക്കാരായിട്ട് എല്ലാവരിലും അതേപോലുള്ള ഹാപ്പിനെസ്സും ഡിസ്ട്രെസ്സും, ഇൻ ബോത്ത് ഹാപ്പിനെസ്, രണ്ടിലും സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ എല്ലാവരെയും കാണുന്നു. അതാണ് ശരിക്കും പെർഫെക്റ്റ് യോഗി എന്ന് പറയുന്നത്. വൺ ഹു ഈസ് കൃഷ്ണ കോൺഷ്യസ് ഈസ് എ പെർഫെക്റ്റ് യോഗി. ഈസ് അവെയർ ഓഫ് എവറിവൺസ് ഹാപ്പിനെസ് ആൻഡ് ഡിസ്ട്രെസ് ബൈ ഡിന്റ് ഓഫ് ഹിസ് ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പൊ എനിക്ക് സുഖം വരുന്നുണ്ട്, എനിക്ക് ദുഃഖം വരുന്നത്, ഇതേപോലെ തന്നെ എന്റെ സുഖവും എന്റെ ദുഃഖവും മറ്റുള്ളവർക്കും ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കും. സാധാരണ നമ്മളെന്താ, എന്റെ സുഖം എനിക്കും എന്റെ ദുഃഖം എനിക്കും, അല്ലേ? പക്ഷെ ഒരു യോഗി, ഒരു പെർഫെക്റ്റ് യോഗി സ്വന്തം അനുഭവത്തിലൂടെ മറ്റുള്ളവരുടെ ആ സുഖം ദുഃഖം മനസ്സിലാക്കുന്നു. The cause of the distress of a living entity is forgetfulness of his relationship with the God. എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു ആങ്സൈറ്റി, ദുഃഖത്തിലൂടെ, ക്ലേശങ്ങളിലൂടെ കടങ്ങുന്നത്? ബിക്കോസ് നമ്മൾ ഭഗവാനെ മറന്നിരിക്കുന്നു. ഭഗവാനെ മറന്നതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലേശങ്ങളിൽ കൂടെ എല്ലാം കടന്നു പോകേണ്ടി വരുന്നത്. പ്രഭുപാദ പറയുന്നുണ്ട്, വൈ വി ഡോണ്ട് വാണ്ട് ടു ലീവ് ദിസ് മെറ്റീരിയൽ വേൾഡ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകം വിട്ടുപോകാൻ ആഗ്രഹിക്കാത്തത്? ഓക്കെ, വി ആർ നോട്ട് അഡിക്വേറ്റ്ലി ഫ്രസ്ട്രേറ്റഡ് ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നത്. അതാണ് കാരണം. വി ആർ നോട്ട് അഡിക്വേറ്റ്ലി ഫ്രസ്ട്രേറ്റഡ് ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ്. ആ സമയം വന്ന് തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും by hook or crook we want to get out of this material world. So the cause of the distress of a living entity is forgetfulness of his relationship with the God. So ഭഗവാനെ മറന്നത് കൊണ്ടാണ് നമുക്ക് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. And the cause of happiness is knowing Krishna to be the supreme enjoyer of all the activities of the human being, the proprietor of all lands and planets, and the sincere friend of all living entities. ഏത് ശ്ലോകമാണ് പ്രഭുപാദ ഇവിടെ ഉദ്ദേശിച്ചത്? ഏത് ശ്ലോകമാണതാ ഇവിടെ വായിച്ചാൽ? അല്ല, ഒന്നുകൂടി നോക്കൂ. ആ ശരി, മാധവി പറഞ്ഞു. ആദ്യം ശരി തന്നെ പറഞ്ഞ. ആദ്യം എന്താ? ഭോക്താറാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം, അല്ലേ? സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാം മാം ശാന്തിരിച്ചതി.
Krishna to be the supreme enjoyer of all activities of the human being, proprietor of all lands and planets, and the sincerest friend of all living entities. The perfect yogi knows that the living being who is conditioned by the modes of material nature is subjected to the threefold material miseries due to forgetfulness of his relationship with Krishna. When are the threefold miseries? ആദിദേവിക ആദിഭൗതിക ആധ്യാത്മിക. Yes. ഭാഗവത്തിൽ പറയുന്നത് താപത്രയം മൂലനം. താപത്രയം, താപം എന്ന് പറഞ്ഞാൽ മിസറീസ്, ത്രയം മീൻസ് ഉന്മൂലനം. അതിനെ നശിപ്പിക്കണം കംപ്ലീറ്റ്ലി. അതിന്റെ one should rise above the three modes of material, threefold material miseries. അപ്പോൾ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികമായിട്ടുള്ള ഈ മിസറീസ് നമ്മൾ കരകയറണം. So, and because one in Krishna consciousness is happy, he tries to distribute the knowledge of Krishna everywhere. Since the perfect yogi tries to broadcast the importance of becoming Krishna conscious, he is the best philanthropist in the world, and he is the dearest servitor of the Lord. Endana philanthropist? സാമാജിക സർവീസ്, സോഷ്യൽ സർവീസ്. അത് ക്ലിയർ ആയില്ല. Who helps people. Yes. ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർ, മറ്റുള്ളവരെ സഹായിക്കുന്ന ആൾക്കാർ. അപ്പൊ who is the best philanthropist? Who gives Krishna consciousness to everyone? Okay. അപ്പോ എന്തുകൊണ്ട് ഒരു വീടുണ്ടാക്കി കൊടുക്കുന്ന ആള്, അല്ലെങ്കിൽ കല്യാണത്തിന് പൈസ കൊടുക്കുന്ന ആള്, ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് പൈസ കൊടുക്കുന്ന ആള്, സുനാമിയില് പൈസ കൊടുത്തിട്ടോ മറ്റുള്ള രീതിയിൽ സഹായിക്കുന്ന ആള് ബെസ്റ്റ് ഫിലന്ത്രോപ്പിസ്റ്റ് അല്ല? അവരെല്ലാം ശരിക്കുള്ള ആൾക്കാര്. നമ്മൾ ചെന്നിട്ട് വെറും ലിപ് സർവീസേ ചെയ്യുന്നുണ്ട്. അത് ടെമ്പററി ആയതുകൊണ്ട്. യെസ്, അത് ഓൺലി ഫോർ ദ ബോഡി, മാക്സിമം ടു ദ മൈൻഡ്. ശരിക്കുള്ള ആ റൂട്ടിൽ നിന്ന് തുടങ്ങണം. റൂട്ടാണ്, അതായത് ഉന്മൂലനം ചെയ്യുന്നത് ഫ്രം ദ റൂട്ടാണ്, അല്ലേ? മറ്റത് ടെമ്പററി ആണ്. മാതാജി പറഞ്ഞ പോലെ ടെമ്പററി, ആൻഡ് ഇറ്റ് മേ ഗിവ് സം സൊളേസ് ഫോർ ദ ബോഡി ആൻഡ് ദ മൈൻഡ് ഫോർ സം ടൈം, നോട്ട് എറ്റേണിറ്റി. ഇത് കൃഷ്ണ കോൺഷ്യസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ for eternity that person will be beneficial. So that's why that is the best philosophy. He is the best philanthropist in the world, and he is the dearest servitor of the world. Other is Bhagavad Gita 18.69 ഭഗവാൻ തന്നെ പറഞ്ഞു, നച്ച തസ്മാൻ മനുഷ്യേഷു കശ്യന്മേ പ്രിയ കൃത്തമഃ. അതായത് ആ ഒരു ഭക്തനാണ് എനിക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ളത്. ആര്? എൻ്റെ ഈ സന്ദേശത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. അല്ലാണ്ട് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുന്നോ, ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി കൊടുക്കുന്നതോ, അല്ലെങ്കിൽ സുനാമിയോ അല്ലെങ്കിൽ എർത്തക്വേക്കോ വരുമ്പോ പൈസ കൊടുക്കുന്നതാണ്. അത് കൊടുക്കരുതെന്നല്ല പറയുന്നത്, അതൊക്കെ ചെയ്തോളൂ. പക്ഷെ അതല്ല ഏറ്റവും ആ ഒരു ഉന്നത തലത്തിലുള്ള ഒരു വെൽഫെയർ ആക്ടിവിറ്റി. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള വെൽഫെയർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളെ കൃഷ്ണ കോൺഷ്യസ് ആക്കുക. അത് എറ്റേണൽ ആണ്, അത് പെർമനന്റ് ആണ്. ആ വ്യത്യാസമാണ് പറയുന്നത്. അതാണ് ഭഗവാൻ പറഞ്ഞത്, നച്ച തസ്മാൻ മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയ കൃത്തമഃ 18.69. In other words, a devotee of the Lord always looks the welfare of all living entities, and in this way he is factually the friend of everyone. അപ്പോ ഏറ്റവും നല്ല ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് സഹായിക്കുന്ന ഒരു ഭക്തനല്ല, അതിനേക്കാളും ഉപരി പെർമനന്റ് ആയിട്ട് എന്നേക്കും ശാശ്വതമായിട്ട് അദ്ദേഹത്തിന് ആ കൃഷ്ണ കോൺഷ്യസ്നസ് കൊടുത്താൽ പിന്നീട് അദ്ദേഹം തിരിച്ച് ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് ദ ബെസ്റ്റ്. Such a person is the best philanthropist. He is the best yogi because he does not desire perfection in yoga for his personal benefit, but tries for others also. അപ്പൊ സ്വന്തം തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹം യോഗ, മറ്റുള്ളവരുടെ
ഉപകാരത്തിനും വേണ്ടിയിട്ടാണ്. He does not envy his fellow living entities. Here is a contrast between a pure devotee of the Lord and a yogi interested only in his personal elevation. Yogi who has withdrawn to a secluded place in order to meditate perfectly may not be as perfect as a devotee who is trying his best to turn every man toward Krishna. അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം ഈ ഇതിൽ മാത്രമേ ഉള്ളൂ. അതായത് ഒരു യോഗി എല്ലാം വിട്ടിട്ട് ഒരു കാട്ടിൽ പോയിട്ട് സ്വയം തൻ്റെ മാത്രം ഉന്നമനത്തിന് വേണ്ടിയിട്ട് യോഗാഭ്യാസം ചെയ്യുന്നു. പക്ഷെ ഒരു ഭക്തൻ എല്ലാം വിട്ടിട്ട് തൻ്റെ എല്ലാ കംഫർട്ട് ലെവലും വിട്ടിട്ട് എല്ലാ റിസ്ക്കും എടുത്തിട്ട് മറ്റുള്ളവരെ സ്വന്തം പ്രാക്ടീസ് ചെയ്യുന്നു, മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. സോ അതാണ് ഹീസ് എ പെർഫെക്റ്റ് പേഴ്സൺ. മറ്റത് ഒരു സെൽഫിഷ്നെസ്സിന്റെ അവിടെ. അതാണ് ഇവിടെ വ്യത്യാസം പറയുന്നത്. ദ യോഗി വാസ് withdrawn to a secluded place in order to meditate perfectly may not be as perfect as a devotee. അപ്പൊ ഒരു ഭക്തന്റെ അത്രയും പെർഫെക്ഷൻ പെർഫെക്റ്റ് ആയിരിക്കില്ല ആ ഒരു യോഗി. കാരണം അവര് സ്വന്തം ലിബറേഷന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ അവർ ശ്രമിക്കുന്നത്. നേരെ മറിച്ച് ഒരു ഭക്തൻ സ്വയം മാത്രമല്ല എല്ലാ റിസ്ക് കൊടുത്തിട്ട് മറ്റുള്ളവരെയും കൂടിയും ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു. Who is trying to his best to turn every man toward Krishna consciousness. Okay. അപ്പോ ഏതാണ് നല്ലത്? ഒരു ഭക്തനാണോ നല്ലത്, ഒരു യോഗിയാണോ നല്ലത്? ഭക്തൻ അല്ലേ? അതിന് സാൻസ്ക്രിറ്റിൽ ഒരു ടേം പറയുന്നുണ്ട്, ഗോഷ്ഠി ആനന്ദി ഭജനാനന്ദി. ഗോഷ്ഠി ആനന്ദി is a person who is to himself. He doesn't go and preach. അവർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്വന്തം കാര്യങ്ങളുണ്ട്. മറ്റേത് ഭജനാനന്ദി എല്ലാ ദിക്കിലും പോയിട്ട് പ്രവചകാചാര്യ നടന്ന് എല്ലാ സ്ഥലത്തും പോയി ഈ സന്ദേശം കൊടുക്കും. ഒരുപാട് ഇൻകൺവീനിയൻസസ് ഉണ്ട്, ഒരുപാട് റിസ്ക് ഉണ്ട് ഇതിൽ. കാണിച്ച പ്രഭാതക സമയത്ത് നമുക്കറിയാം എല്ലാ ഡിവോട്ടീസും ഡിസൈപ്പിൾസും ഒക്കെ they took a lot of risk in propagating this Krishna consciousness in different parts of the world. എവിടെ അവരൊന്നും വെൽക്കം ചെയ്യാത്ത സ്ഥലത്തും കൂടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് അവരവരുടെ സെന്റർ അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെ. ഒരുപാട് കഷ്ടപ്പാടുകൾ അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഈവൻ അറ്റ് ദാറ്റ് കോസ്റ്റ് they will do it. That is what is pleasing Krishna, so they are ready to do it. അപ്പൊ ഇതാണ് ഒരു ഭക്തനും ഒരു യോഗിയും തമ്മിലുള്ള ആ ഒരു ചെറിയ വ്യത്യാസം. Any questions? അല്ലെങ്കിൽ 33 പോവാം. അർജുന ഉവാച യോമം യോഗസ്ത്വയാ പ്രോക്ത സമ്യേന മധുസൂദനാം ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വത്സിതം സ്ഥിരാം. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദനാം ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വത്സിതം സ്ഥിരാം. ഓക്കെ, Archana Mataji and Simi Mataji. Hare Krishna Prabhuji. Hare Krishna. Arjuna Vaja Yoyam Yogastaya Prokta Samena Madhusudana Etasyaham na Pashyami Chanchalatvat Stiti Stira. Oh, sorry. Yes. Translation. Arjuna said, O Madhusudana, the system of yoga which you have summarized appears impractical and unendurable to me, for the mind is restless and unsteady. Very good. Arjuna said, O Madhusudana, the system of yoga which you have summarized appears impractical and unendurable to me, for the mind is restless and unsteady. അർജുനൻ ഭഗവാൻ പറയുന്നു, അത് ഇപ്പോ എനിക്ക് പറഞ്ഞ യോഗ അഭ്യാസം, യോഗ സിസ്റ്റം
എനിക്ക് നടക്കുന്ന കാര്യമില്ല, അത് നടക്കില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല. ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ എന്നാ പറയുന്നത്. അർജുനൻ പറഞ്ഞില്ല ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞില്ല. അത് ടോട്ടലി റിജക്ട് ചെയ്യുക ചെയ്തത്. ഇംപ്രാക്ടിക്കൽ ആൻഡ് അൺഎൻഡ്യൂറബിൾ ടു മീ. കാരണം എന്താ? ഫോർ ദ മൈൻഡ് ഈസ് റെസ്റ്റ്ലെസ് ആൻഡ് അൺസ്റ്റഡി. അപ്പൊ അർജുനന്റെ കേഡറിലുള്ള ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ കാര്യം എന്തായിരിക്കും? അർജുനന്റെ ആ സ്റ്റാറ്റസ് നോക്കൂ, നമ്മുടെ സ്റ്റാറ്റസ് നോക്കൂ. അർജുൻ പറയുന്നു ഈ യോഗ സിസ്റ്റം ഇപ്പൊ പറഞ്ഞു തന്ന ആ യോഗ സിസ്റ്റം എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്റെ മനസ്സ് ഒരു സ്ഥലത്ത് നിൽക്കുന്നതല്ല, അത് ചഞ്ചലമാണ്. അതുകൊണ്ട് എനിക്ക് ഈ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, യോഗ പ്രാക്ടീസ് എന്നാ പറയുന്നത്. അപ്പൊ ചുരുക്കത്തില് എന്തിനാണ് ഭഗവാൻ ഇത് എത്രയും ഡീറ്റെയിൽ ആയിട്ട് 6ാമത്തെ അധ്യായം ധ്യാനയോഗം വളരെ ഡീറ്റെയിൽ ആയിട്ട് അർജുന് പറഞ്ഞു കൊടുത്തതിന്റെ കാര്യം എന്താണ്? ഇങ്ങനത്തെ ഒരു യോഗ സിസ്റ്റം ഉണ്ട്. പക്ഷെ അവസാനം അർജുനെ കൊണ്ട് തന്നെ ഭഗവാൻ പറയിപ്പിച്ചു ഇത് എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ അതായത് ചുരുക്കത്തില് നമ്മളെ കൊണ്ടും സാധിക്കില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതൊരു എഡ്യൂക്കേഷന് വേണ്ടി മാത്രമാണ്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി കലികാലത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ അറിഞ്ഞിരിക്കണോ? അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഭഗവാൻ അർജുനൻ മുഖേന ഇതെല്ലാം പറഞ്ഞു തരാണ്. So the system of mysticism described by Lord Krishna to Arjuna, beginning with the words Suchau Deshe and ending with the Yogi Parama, is here being rejected by Arjuna out of a feeling of inability. Suchau Deshe എന്ന് പറഞ്ഞാൽ എന്താ? Suchau Deshe എന്ന് പറഞ്ഞാൽ കാണുന്നില്ലേ? സുജാവ് ദേശ കാണുന്നില്ലേ? കാണുന്നുണ്ട് പ്രഭുജി. ഓക്കെ. അതിന്റെ വേർഡിന്റെ മീനിങ് നോക്കി. വേർഡിന്റെ മീനിങ് കാണാൻ പറ്റില്ല, കാണിച്ചത് പാസ്പോർട്ടിലല്ലേ. സുജാവ് ദേശം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഭുജി? മുകളിലോട്ടാക്കുമ്പോ കാണുന്നുണ്ടായിരുന്നു. മുകളിലോട്ടാക്കിയപ്പോ അതിന്റെ വേർഡ് മീനിങ് ഉണ്ടായിരുന്നു അവിടെ, പക്ഷെ ഇല്ല. ഇത് പാസ്പോർട്ടിലല്ലേ മാതാജി? ഓ, ഇതിലില്ല. ഓക്കെ ഓക്കെ പ്രഭുജി. ഓക്കെ. സുജാവ് ദേശം എന്ന് പറഞ്ഞ എന്താ? ദേശം എന്ന് പറഞ്ഞ എന്താ? സ്ഥലം. സുജാവ് മീൻസ് ശുദ്ധമായ സ്ഥലമാണോ? അത്രേ ഉള്ളൂ. അപ്പൊ യോഗ എവിടെ പ്രാക്ടീസ് ചെയ്യണം? യോഗ എവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്? ചളിക്കുണ്ടിലോ? ചളിയിലെ സ്ഥലത്തോ? അപ്പൊ ഇറ്റ് ഷുഡ് ബി എ ക്ലീൻ പ്ലേസ്, പ്യുവർ പ്ലേസ്. അവിടെ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത്. യുദ്ധം എവിടെ നടന്നത്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. അതിന് സെലക്ട് ചെയ്ത സ്ഥലം അത്രയും പ്യൂർ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒരുപാട് സാക്രിഫൈസസും ഫിനാൻസസും ഓസ്ട്രിയൊക്കെ ചെയ്ത സ്ഥലമാണ്. സുചൗ ദേശേ, ഓസ്പിഷ്യസ് പ്ലേസ്, പ്യുവർ പ്ലേസ്. അതാണ് സുചൗ ദേശേ. അപ്പൊ ഇവിടെ അർജുനൻ പറയുന്ന എന്നെ കൊണ്ട് സാധിക്കില്ല ഈ അഭ്യാസം. ഈ യോഗാഭ്യാസം. It is not possible for an ordinary man to leave home and go to a secluded place in the mountains or jungles to practice yoga in the East. നമുക്ക് വീട്ടിലിരുന്നിട്ടോ അല്ലെങ്കിൽ സിറ്റിയിൽ ജീവിച്ചിട്ടോ നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഒരു മിനിറ്റ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു മിനിറ്റ് നമുക്ക് നമ്മളുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. പറ്റുമോ? ഒരാള് ഡോക്ടറെ അടുത്ത് പോയിത്രേ, ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് കഷണ്ടിക്ക് മരുന്ന് വേണം പറഞ്ഞിട്ട്. കഷണ്ടിക്ക് മരുന്നില്ല എന്ന് അറിയാം, പക്ഷെ എന്തേലും തന്നേ പറ്റൂ പറഞ്ഞു. അവസാനം മരുന്ന് തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്. ഈ മരുന്ന് തേക്കണ സമയത്ത്, കഷണ്ടിയിൽ തേക്കണ സമയത്ത് കരിങ്കുരങ്ങനെ മാത്രം ഓർമ്മിക്കാൻ പാടില്ല. കരിങ്കുരങ്ങനെ ഓർമ്മിച്ചാൽ അപ്പൊ അതിന്റെ ഫലം പോകുന്നു വന്നു. ഇദ്ദേഹം എണ്ണ എടുത്ത് തേക്കാൻ പോകുമ്പോൾ അയ്യോ എന്താ ഡോക്ടർ പറഞ്ഞ് കരിങ്കുരങ്ങനെ
അപ്പൊ അതായത് നമുക്ക് ഒന്നും നമുക്ക് ഫോക്കസ് കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റില്ല കലിയുഗത്തിൽ. അതുകൊണ്ടാണ് അർജുനൻ തന്നെ പറയുന്നത് നടക്കാൻ പോകുന്ന കാര്യമില്ല, നമുക്ക് ഇതെല്ലാം വിട്ട് കാട്ടിൽ പോയിട്ട് സെക്യൂർഡ് പ്ലേസിൽ പോയിട്ട് യമനിയങ്ങളും എല്ലാം പ്രാക്ടീസ് ചെയ്ത് ആസനങ്ങളെല്ലാം പഠിച്ച് ആ സിറ്റിംഗ് പോസ്റ്റേഴ്സ് എല്ലാം ചെയ്ത് കണ്ണ് പകുതി ക്ലോസ് ചെയ്തിട്ട് ടിപ്പ് ഓഫ് ദ നോസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും നമുക്ക് നടക്കുന്ന കാര്യമില്ല. നടക്കുമോ? ഇല്ല. എന്നാ ഒരുപാട് യോഗ സ്റ്റുഡിയോസ് ഇന്നില്ലേ? അതെന്താണ് ഒരുപാട് യോഗ സ്റ്റുഡിയോസ് ഉണ്ട്. അതെന്താണ്? യെസ്, ഇറ്റ്സ് എ ഗുഡ് എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസ്. അതുകൊണ്ട് ഭഗവാനെന്നും നമുക്ക് പ്രാപിക്കാൻ പറ്റില്ല. നല്ലൊരു എക്സസൈസാണ്, നമ്മളുടെ മൈൻഡിനും ശരീരത്തിനും ഉതകുന്ന ഒരു എക്സസൈസാണ് ആ യോഗ പ്രാക്ടീസ്. പക്ഷെ ഭഗവാനെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ഭക്തിയോഗം മാത്രം ചെയ്യാൻ പറ്റും. സോ അത് ഇൻ ദ ഏജ് ഓഫ് കലി നടക്കില്ല. The present age is characterized by a bitter struggle for a life of short duration. People are not serious about self-realization even by simple practical means. And what to speak of this difficult yoga system which regulates the mode of living, the manner of sitting, selection of place, and detachment of mind from material engagement. ഇതെല്ലാം ചെയ്യണം, എന്നാലേ യോഗ ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതൊന്നും ഇന്നത്തെ കലികാലത്ത് ഇന്നത്തെ ഈ സ്ഥിതിവിശേഷത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഇത് നടക്കില്ല എന്ന് പ്രഭുപാദ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. As a practical man, Arjuna thought it was impossible to follow this system of yoga, even though he was favorably endowed in many ways. അന്നത്തെ കാലത്ത് അർജുനന് ഒരുപാട് കാര്യങ്ങൾ ഫേവറബിൾ ആയിട്ടുണ്ടായിരുന്നു, അനുകൂലമായിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്നുമില്ല. അന്ന് വേണമെങ്കിൽ അർജുനന് വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാമായിരുന്നു, അല്ലേ? ഇന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാനും പറ്റില്ല. അത് ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ നമ്മൾ ഫെയിൽ ആവും. എന്താണ് ആദ്യത്തെ ടെസ്റ്റ്? യമനിയമങ്ങൾ. യമനിയമങ്ങളിൽ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. നല്ല ബാക്കിയുള്ള കാര്യങ്ങൾ അഷ്ടാംഗ യോഗത്തിലെ ആദ്യത്തെ 2 അംഗങ്ങൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. So 5,000, sorry, he belonged to the royal family and was highly elevated in terms of numerous qualities. Was a great warrior. He had great longevity. അതായത് നമ്മളുടെ പോലെ 100 വർഷമല്ല, അവരുടെ അതായത് ദ്വാപരയുഗത്തിന്റെ എന്താണ് എങ്കിലും കൂടി നമ്മളെക്കാളും കൂടുതൽ ജീവിച്ചിരിക്കുന്ന കാലമായിരുന്നു. And above all, he was the most intimate friend of Lord Krishna, the Supreme Personality of Godhead. 5,000 years ago, Arjuna had much better facilities than we do now. Yet he refused to accept the system of yoga. In fact, we do not find any record in history of his practicing it at any time. അപ്പോൾ അർജുനൻ ഈ അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ആയിട്ട് യാതൊരു ഹിസ്റ്റോറിക്കൽ എവിഡൻസും ഇല്ല എന്നാണ് പറയുന്നത്. Therefore, this system must be considered generally impossible in the age of Kali. Of course, it may be possible for some very few rare men, but for the people in general, it is impossible proposal. Okay, maybe there are some few, okay, somewhere in the caves of Himalayas. അല്ലേ? ചിലപ്പോൾ ഉണ്ടായിരിക്കാം, 1 or 2 അവിടെ ഇവിടെ ഏതെങ്കിലും ഹിമാലയത്തിലെ ഗുഹകളിൽ ഉണ്ടായിരിക്കും അങ്ങനത്തെ യോഗിമാര്, ടോട്ടലി സെക്ലൂഡഡ്. ഇതെല്ലാം ഈ യമനിയങ്ങളെല്ലാം ഫോളോ ചെയ്ത് സിറ്റിംഗ് പോസ്ചറും ബ്രീതിങ് ടെക്നിക്സും ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ബട്ട് ജനറലി ഇറ്റ് ഈസ് നോട്ട് വയബിൾ. In general, it is impossible proposal. If this were so 5,000 years ago, then what of the present day? 5000 വർഷം മുമ്പ് അതായിരുന്നു സ്ഥിതിയെങ്കിൽ ഇന്നത്തെ ഈ സമയത്ത് എന്തായിരിക്കും സ്ഥിതി എന്നാണ് ചോദിക്കുന്നത്. Those who are imitating this yoga system in different so-called schools and societies, although complacent, are certainly wasting their time. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ കാലത്ത് യോഗ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ വേസ്റ്റിംഗ് ടൈം. ഫിസിക്കൽ ഫിറ്റ്നസ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഗോ ഹെഡ്, വെൽ, നോ പ്രോബ്ലം. ഫിസിക്കൽ അതായത് ശരീരത്തിനും ടു എ സർട്ടൻ ലെവൽ മൈൻഡ് ഫോക്കസ് ചെയ്യാനും മൈൻഡ് കൺട്രോളിനും വേണ്ടിയാണ് ചെയ്യുന്നെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് പ്രൊപ്പോസൽ.
അല്ലാതെ ഈശ്വര സാക്ഷാത്കാരത്തിനാണ് ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ ശ്രമ ഏവഹി കേവലം. They are completely in ignorance of the desired goal. So വളരെ ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ ആണ് പ്രഭുപാദ ഈ പർപ്പോർട്ടിൽ കൂടെ നമുക്ക് തന്നിരിക്കുന്നത്. വി ആർ നോട്ട് അഗെയിൻസ്റ്റ് യോഗ, യോഗ ഇസ് ഗുഡ്. പക്ഷെ കലികാലത്തില് യോഗ കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അത് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ്. ആ ലക്ഷ്യം നമുക്ക് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിനും മനസ്സിനും വളരെ നല്ലതാണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ ടു കീപ് അവർ സെൽഫ് ഫിറ്റ്. നമുക്കൊരു ഫിറ്റ് ബോഡി വേണം, ഹെൽത്തി ബോഡി വേണം. എന്നാലേ നമ്മളുടെ ഈവൻ ഭക്തിയുത സേവനം കൂടി ചെയ്യുകയാണെങ്കിൽ അത് വേണം. അപ്പൊ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഡെയിലി ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ രാവിലെ വൈകുന്നേരമോ ഒരു ചിട്ടയോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്യാനും നല്ലതാണ്. അപ്പൊ ഫ്രം ദാറ്റ് പെർസ്പെക്റ്റീവ് ഇന്നത്തെ കാലത്ത് യോഗ സ്കൂളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. അത്രേ ഉള്ളൂ. അടുത്തത് ടെക്സ്റ്റ് 34 നെക്സ്റ്റ് വീക്ക്. നമ്മൾ എവിടുന്നാ തുടങ്ങിയത്? 30 അല്ലേ? 30 to 34. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः। अनंत कोटि वैष्णव की जय। प्रभुपाद की जय। गुरु महाराज की जय।